ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഫാർമസി ഫീൽഡ് സെലക്ട് ചെയ്തതെന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരെ പോലെ എനിക്കും ഡോക്ടറൊക്കെ ആവണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ നീറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആവാനുള്ള മാർക്ക് എനിക്കുണ്ടായിരുന്നില്ല. ആൻഡ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ വീട്ടിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യാനും സമ്മതിച്ചില്ല. അപ്പോൾ ഞാനിങ്ങനെ ചൂസ് ചെയ്ത് നഴ്സിംഗ് ഫീൽഡ് എനിക്ക് താല്പര്യമില്ലാത്തത്ര പ്രൊഫഷനായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഉള്ളതാണ് ഫാർമസി ഫീൽഡ്. അതുകൊണ്ടാണ് ഞാൻ ഫാർമസി ഫീൽഡ് ചൂസ് ചെയ്തത്. അങ്ങനെ 2019 ഞാൻ ബി ഫാമിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കെമിസ്ട്രി ഇഷ്ടമായിരുന്നു, മാത്സ് ഇഷ്ടമില്ലായിരുന്നു. മാത്സ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരു പ്രൊഫഷനും ഞാൻ ചൂസ് ചെയ്യാൻ. പക്ഷേ 2019 ജോയിൻ ചെയ്ത് 2024 ഞങ്ങൾ പാസ് ഔട്ട് ആവുന്നത്. ഞാൻ ബി ഫാമിന് ജോയിൻ ചെയ്തതോടുകൂടി ആ പ്രളയം വന്നു, കൊറോണ വന്നു. അങ്ങനെ എൻ്റെ പൊന്നി, ഞങ്ങൾ 4 വർഷം കൊണ്ട് പഠിക്കേണ്ട കോഴ്സ് ഞങ്ങൾ 5 വർഷം കൊണ്ടാണ് എടുത്ത് തീർത്തത്. ആൻഡ് മോസ്റ്റ്ലി ഒരു 72 എക്സാമൊക്കെ ഞങ്ങൾ പാസ്സായിട്ടാണ് ഞങ്ങൾ ബി ഫാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷം ഞാൻ പഠിച്ചൊരു ഇതുണ്ട്, നമുക്ക് ഇത്രയും ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് നമ്മളെ ആൾക്കാർ കാണുന്ന ഒരു പ്രൊഫഷൻ വേറെ ഇല്ല. അതായത് എല്ലാ പ്രൊഫഷനെ റെസ്പെക്റ്റ് ചെയ്യുന്ന പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയാണ് ഞാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ ഡിസ്റെസ്പെക്റ്റ് കിട്ടുന്നത് എൻ്റെ പ്രൊഫഷൻ തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട്. നമ്മളെ നഴ്സുമാരെ പറയുന്നുണ്ട് മാലാഖമാരാണ്, അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ എയ്ഡ് പോട്ടെ, എല്ലാ പ്രൊഫഷനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഫാർമസിയുടെ ഉള്ള ആൾക്കാർ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ പേഷ്യൻസിന് 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെളുപ്പിന് മുതൽ അവർക്ക് ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഫാർമസിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് 5 മിനിറ്റ് കൊണ്ട് മരുന്ന് കിട്ടണം. അങ്ങനെ ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഫാർമസി ഫീൽഡിലേക്ക് കയറിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ മുംബൈയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമാവാണ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഈ 2 വർഷം ലാംഗ്വേജ് പ്രോബ്ലം, പിന്നെ ഞാനിവിടെ ലാംഗ്വേജ് ഇൻ ദ സെൻസ് ഹിന്ദി എനിക്ക് കുറച്ചറിയായിരുന്നു, മറാഠിയാണ് ഇവിടെ മെയിനിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബാരിയേഴ്സ് ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നിവിടം വരെ എത്തിയത്. സോ ഐ തോട്ട് ഇതൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫാർമസി നമ്മൾ അത്രയും പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങളൊരു ഡോക്ടറെ കാണാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് നമ്മൾ എന്തിനാ എല്ലാവരും നമുക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ OPD ബേസിസിലായാലും, അതായത് പോയി ഡോക്ടറെ കണ്ട് തിരിച്ച് വരുന്നതിനായാലും, അല്ലെങ്കിൽ ഇനി അഡ്മിറ്റ് ആവുകയാണെങ്കിലും നമ്മൾ ഫാർമസി ചെല്ലുമ്പോൾ അവരെ വെറുതെ സ്ട്രെസ്സാക്കാണ്ടിരിക്കുക. കാരണം നമുക്ക് മരുന്നുകളെ പറ്റി നല്ല വ്യക്തമായിട്ട് അറിയാം. മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് 100-ൽ 1-2 ഒക്കെയാണ്, അല്ലാണ്ട് ഭയങ്കര എക്സ്റ്റെൻഡിൽ അത് ഉണ്ടാവാറില്ല. ഇനി ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഡോസേജസിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് കറക്റ്റ് ചെയ്യാനുള്ള അറിവുണ്ട്. നിങ്ങൾ ഇത്ര നേരം എന്താ എടുക്കുന്നത്, 2 മെഡിസിൻസ് എടുത്ത് തരാനാണോ ഇത്ര സമയം എടുക്കുന്നത്, കോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങളെ, അതായത് ഞാൻ കൂടി ഉള്ള പ്രൊഫഷനാണല്ലോ, ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് മരുന്ന് ആർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. അസുഖം ആരുടെയാണ് മാറണ്ടേ, നമ്മുടെയാണ്. ഞങ്ങളത് മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് ആരാണ്? പേഷ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു റെസ്പെക്റ്റ്ഫുള്ളി പോയി കഴിഞ്ഞാൽ ഏതൊരു പ്രൊഫഷനും നന്നായിട്ട് ഡീൽ ചെയ്യാം. സോ ബീങ് എ ഫാർമസിസ്റ്റ് എനിക്ക് അത്രയാണ് പറയാനുള്ളത്. സോ ഞാൻ എന്തുകൊണ്ടാണ് ഫാർമസി എടുത്തത്, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ലവ് ചെയ്യുന്നത് ഈ പ്രൊഫഷനാണ്. എനിക്ക് ഫാർമസിസ്റ്റായിട്ട് മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മുന്നേ പക്ഷെ അതല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫീൽഡിനെ പറ്റിയിട്ടോ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടോ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഞാനും അവർ ആ കൗണ്ടറിൽ നിന്ന് അവരെ കാണും, മരുന്ന് വാങ്ങിക്കും, തിരിച്ചു വരാം, അങ്ങനെ ഒരാളായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇതിനെപ്പറ്റി പഠിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളിത് മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും റെസ്പെക്റ്റ്ഫുള്ളി ട്രീറ്റ് ചെയ്യുക. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സോ ഇനി ഫാർമസി റിലേറ്റഡ് അല്ലെങ്കിൽ എൻ്റെ ഡെയിലി വ്ളോഗ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ സ്റ്റേ ട്യൂൺ.